ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്യാൻ ടു മാസ്റ്റർ പീസ്. ഇത് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലഷി ടർട്ടിലാണ്. 10 ഇഞ്ചായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. ഹെഡ് തൊട്ട് ഈ ഒരു ലെഗ് വരെ 10 ഇഞ്ച് സൈസ് വരുന്ന ടർട്ടിലാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഗംഗയുടെ വെൽവെറ്റി യാണാണ്. പിന്നെ ഈ ഫ്ലവേഴ്സ് ചെയ്യാൻ യെല്ലോ ആൻഡ് വൈറ്റ് അക്ലറിക് യാൺ. ഇതിൻ്റെ ക്രോഷ്യ ഹുക്ക് സൈസ് വന്നിട്ട് ടർട്ടിൽ ചെയ്യാൻ 5.5 mm ഫ്ലവർ ചെയ്യാൻ 3 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ടെണ്ണം എനിക്ക് ഏകദേശം ഒരു 100 grams ഓഫ് യാണാണ് ഈ ഒരു ടർട്ടിൽ ചെയ്യാനായിട്ട് ആവശ്യം വന്നത്. ഈ പ്ലഷി യാൺ 100. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. നേരെ വീഡിയോയിലോട്ട് കിടന്നാലോ. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ 2 ഹാൻഡ്സും 2 ലെഗ്സും ചെയ്തെടുക്കാം. ടോട്ടൽ 4 എണ്ണത്തിലും ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ചെയിൻ 2, ചെയിൻ 1, ചെയിൻ 2. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ചെയിൻ 1 സ്പേസിലോട്ട് 8 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. സിംഗിൾ ക്രോഷ്യ 1 എല്ലാം ഈ ഒരു ചെയിൻ 1 സ്പേസിലാട്ടോ. സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5, 6, 7 and last one 8. ഇത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല. നേരെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു സിംഗിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലോട്ട് നെക്സ്റ്റ് റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യാണ്. സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 more ഇൻക്രീസ് ആണ്. അങ്ങനെ ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കണം. ടോട്ടൽ 8 ഇൻക്രീസ് ആണ്, അതായത് 16 സിംഗിൾ ക്രോഷ്യേസ്. തേർഡ് വണ്ണിൽ ഇൻക്രീസ്, ഫോർത്ത് വണ്ണിൽ ഇൻക്രീസ്, ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസ്, സിക്സ്ത് വണ്ണിൽ ഇൻക്രീസ്, സെവൻത്ത് വണ്ണിൽ ഇൻക്രീസ് ആൻഡ് ഈ റൗണ്ടിൽ ലാസ്റ്റ് സ്റ്റിച്ച് 8th വൺ ഇൻക്രീസ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക നന്നായിരിക്കും. ഞാൻ അത് പറയാൻ മറന്നുപോയി. ഒരു സ്റ്റിച്ച് മാർക്കർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഈ ഒരു റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫിനിഷ് ചെയ്യേണ്ടത് അതൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ റൗണ്ട് 2 ഫിനിഷായി, അതിലോട്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുത്തു. റൗണ്ട് 1 ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ, ഞാൻ മറന്നുപോയത് പറയാൻ. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാൻ ഫസ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് 1 ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 അഗെയിൻ ഇൻക്രീസ്. അങ്ങനെ ടോട്ടൽ 8 ടൈംസ് നമുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. one single crochet, 1 increase.
നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇനി നെക്സ്റ്റ് റൗണ്ട് 4 ചെയ്യാനായിട്ട് ചെയിൻ 1, എന്നിട്ട് നമ്മുടെ വർക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഒരുമിച്ച് സിംഗിൾ ക്രോഷ്യേസ് ചെയ്യാം. രണ്ട് സൈഡും കൂട്ടി പിടിച്ചിട്ട് സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 10 ലാസ്റ്റ് വണ്ണിൽ 1 more 11. നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇതുപോലെ 4 എണ്ണം ചെയ്യണം. ഇപ്പോൾ 1 കഴിഞ്ഞു. ഇനി 3 more ഈ ഒരു സെയിം പാറ്റേണിൽ ചെയ്തെടുക്കാം. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ടർട്ടിലിൻ്റെ ഹെഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഹെഡ് ചെയ്യാനായിട്ട് അഗെയിൻ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ചെയിൻ 2, ഇവിടുന്ന് ചെയിൻ 1 8 സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2 3 4 5 6 7 and 8. നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ട് 2 ഇൻക്രീസ് ആണ്. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1 and 2. നെക്സ്റ്റ് വണ്ണിലും സെയിം 1 and 2. അങ്ങനെ ടോട്ടൽ 16 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് വൺ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിലോട്ട് 15 and 16. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 and സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ അഗെയിൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നെക്സ്റ്റ് 3 റൗണ്ട്സ്, റൗണ്ട് 4 5 and 6 ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഓരോ റൗണ്ടിലും. അങ്ങനെ 3 റൗണ്ട്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുൾ ചെയ്തെടുക്കാം. അങ്ങനെ ടോട്ടൽ 3 ടൈംസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 more റൗണ്ട്സ് ചെയ്തെടുത്തു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. റൗണ്ട് 1 2 3 പിന്നെ 4 5 6 ഈ 3 റൗണ്ടും ഇൻക്രീസ് ഇല്ലാണ്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തു. നെക്സ്റ്റ് റൗണ്ട് ഡിക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു സിംഗിൾ ക്രോഷ്യ ടുഗദർ. ക്ലോസ് ചെയ്യാണ്ട് തൊട്ടപ്പുറത്ത് സ്റ്റിച്ചിൽ കൂടെ എടുക്കുക. ഇപ്പം 3 ലൂപ്സ് കാണാം. ഈ 3 ലൂപ്സിൻ്റെയും ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ ടുഗദർ. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ അഗെയിൻ ഡിക്രീസ്.
നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഡിക്രീസ്. അങ്ങനെ 8 ടൈംസ് നമുക്ക് ചെയ്തെടുക്കണം. ഈ റൗണ്ട് ടോട്ടൽ 16 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് 1 ഡിക്രീസ്. ഈ നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാം. റൗണ്ട് 1, 2, 3, 4 ആൻഡ് 5. റൗണ്ട് 4ൻ്റെയും 5ൻ്റെയും ഇടയിലോട്ടായിട്ട് നമുക്ക് ഈ സേഫ്റ്റി ഐസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫുൾ ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുത്തു ടൈറ്റായിട്ട്. ഇനി നെക്സ്റ്റ് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുന്നോ നോക്കാം. നെക്സ്റ്റ് റൗണ്ട് സിംഗിൾ ക്രോഷ്യേസ് ടുഗദർ ടോട്ടൽ 8 ടൈംസ്. 1, 2 ഇതുപോലെ ഫുൾ ചെയ്തെടുക്കാം. ടോട്ടൽ 8 ടൈംസ് ഉണ്ട് കേട്ടോ സിംഗിൾ ക്രോഷ്യ ടുഗദർ. Seven and last one 8. ഇതിൻ്റെ ഹോള് ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആയി. ഇനി ഹെഡിൽ 1 മോർ റൗണ്ട് ഉണ്ട്. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ടോട്ടൽ 8 ടൈംസ്. ഡിക്രീസ് അല്ല കേട്ടോ, ജസ്റ്റ് വെറുതെ നമ്മൾ സാധാ ചെയ്യുന്ന സിംഗിൾ ക്രോഷ്യ. 8 ടൈംസ്. 7 and last one 8. ഈ തൊട്ടപ്പുറത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ യാൺ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടർട്ടിലിൻ്റെ ഹെഡും ഫിനിഷായി. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കളർ യാൺ എടുക്കാം. ബോഡി സ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 2, ചെയിൻ 1 അഗെയിൻ 8 സിംഗിൾ ക്രോഷ്യേസ്. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7, 8. നെക്സ്റ്റ് റൗണ്ട് 2 ഫുൾ ഇൻക്രീസ് ആട്ടോ. ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. സെക്കൻഡ് വണ്ണിലും സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ടോട്ടൽ 8 ടൈംസ് ചെയ്തെടുക്കാം. ഇൻക്രീസ് ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 8 ടൈംസ് ചെയ്തെടുത്തു. ലാസ്റ്റ് വണ്ണിൽ അഗെയിൻ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ടോട്ടൽ 16 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് റൗണ്ട് അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ എൻഡ് വരെ ചെയ്തെടുക്കാം. ഈ റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് അഗെയിൻ ഇൻക്രീസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് വൺ ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1,
സെയിം സ്പേസിൽ തന്നെ 1 more. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിലും 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ അഗെയിൻ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 32 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ, അതായത് ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 5, റൗണ്ട് 5, 6 and 7 3 റൗണ്ട്സ് ഇൻക്രീസ് ഇല്ല. ജസ്റ്റ് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ 3 റൗണ്ട്സ് ചെയ്തെടുക്കാം. ടോട്ടൽ 32 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് ഈച്ച് റൗണ്ടിൽ. ഇതുപോലെ അങ്ങ് ചെയ്തു പോവാം. ജസ്റ്റ് 1 സിംഗിൾ ക്രോഷ്യേസ്, ഫുൾ എൻഡ് ഇതുപോലെ ഇവിടെ വരെ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 3 റൗണ്ട്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 3 more റൗണ്ട്സ് ചെയ്തെടുത്തു. ടോട്ടൽ 7 റൗണ്ട്സ്, 1 2 3 4 5 6 and 7. ഇനി ലാസ്റ്റ് 1 more റൗണ്ട് ഈ ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്തിട്ട് സിംഗിൾ ക്രോഷ്യേസ് ഇതുപോലെ ചെയ്യണം. നേരത്തെ നമ്മൾ ഈ 2 ലൂപ്സും കൂടിയാണ് കടത്തിയെടുത്തത്, ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും. കണ്ടോ? ഇപ്രാവശ്യം അത് ഫ്രണ്ട് ലൂപ്പ് മാത്രം എടുത്താൽ മതി. എന്നിട്ട് സിംഗിൾ ക്രോഷ്യേസ് ചെയ്തു പോവാം. കാരണം നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫുൾ റൗണ്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ലൂപ്പ് മാത്രം. ഇവിടെ ഒരു ലൈൻ വരുന്നത് കണ്ടോ? നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുക്കാം. ഇവിടെ വരെ ഫ്രണ്ട് ലൂപ്പ് ഓൺലി, ഓരോ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ലാസ്റ്റ് വണ്ണിലോട്ട് എത്തി. ഇതിലും ഒരു ഫ്രണ്ട് ലൂപ്പിൽ മാത്രം സിംഗിൾ ക്രോഷ്യ ചെയ്യാം. തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. യാൺ കട്ട് ചെയ്യാം. എക്സ്ട്രാ വരുന്ന യാണുകളൊക്കെ ഇതുപോലെ ഉള്ളിലോട്ട് കടത്തി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ടർട്ടിലിൻ്റെ ഷെൽ പാർട്ട് ഫിനിഷായി. ഇനി അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് ലൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പിങ്ക് കളർ യാണാട്ടോ ഇനി അറ്റാച്ച് ചെയ്യുന്നത്. ചെയിൻ 1, നെക്സ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. നമ്മൾ നേരത്തെ ചെയ്ത ഫ്രണ്ട് പോസ് ഈ ഒരു റൗണ്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് സൈഡിലുള്ളിലോട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫസ്റ്റ് ലെഗ് എടുക്കാം. ഇത് ലാസ്റ്റ്, ഇതതിൻ്റെ തൊട്ട് മുന്നത്തെ. ഈ തൊട്ട് മുന്നത്തേൽ നമുക്ക് നമ്മുടെ ക്രോഷ്യ കടത്താം. എന്നിട്ട് ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് വണ്ണിൽ, ലാസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെഗ് അറ്റാച്ച്ഡ് ആയി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് അഗെയിൻ 7 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോവാം. സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 and 7. അഗെയിൻ നമ്മുടെ നെക്സ്റ്റ് ലെഗ് എടുക്കാം. ഇതിൽ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് വൺ തെറ്റിപ്പോകരുത്. ഈ സെക്കൻഡ് വണ്ണിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇനി ഇതിലോട്ട് ലാസ്റ്റ് വണ്ണിലോട്ട് 1 more സിംഗിൾ ക്രോഷ്യ. ഈ നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മുടെ ഹെഡ് എടുക്കാം. ഹെഡിൽ
നമ്മുടെ ടോട്ടോയ്സ് ഇങ്ങനെ വരേണ്ടത്. അപ്പോൾ ഐസ് ഇവിടെ വരാൻ പാകത്തിന് കറക്റ്റ് പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ. തെറ്റിപ്പോവരുത്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് 4 സിംഗിൾ ക്രോഷ്യ നെക്സ്റ്റ് സ്റ്റിച്ചസിൽ പിടിച്ചിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഈ ഹെഡ് പാർട്ട് വരുമ്പോൾ മാത്രം 4 സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്തു പോകുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് 1, നെക്സ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് 2, നെക്സ്റ്റ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച് 3 ആൻഡ് ഫോർത്ത് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച് 4. ടർട്ടിലിൻ്റെ ബാക്ക് സൈഡ് പിടിച്ചിട്ട് ഇതുപോലെ ചെയ്തു. ഇനിയൊരു 4 എണ്ണം കൂടി ഉണ്ട് ഇത് ക്ലോസ് ആവാൻ. ഈ 4 എണ്ണം നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലാണ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നമ്മളിപ്പോൾ ചെയ്തത് 4 സ്ലിപ്പ് സ്റ്റിച്ച് ആയിരുന്നു. ഇനി സിംഗിൾ ക്രോഷ്യ. 1 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ സൈഡിലെ ലെഗ് എടുക്കുകയാണ്. ഈ ലെഗ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പിടിക്കുക. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ. നേരത്തെ ചെയ്ത പോലെയല്ല കേട്ടോ. ഇപ്രാവശ്യം ഈ ഒരു ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഇതിൻ്റെ 2 ലെഗും ഒരേ പൊസിഷനിൽ വരും. ഇനി അഗെയിൻ നെക്സ്റ്റ് 7 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5, 6, 7. ഇനി നമ്മുടെ ലാസ്റ്റ് ലെഗ് എടുക്കുക. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിൽ നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഇനി ഇവിടെ 1 മോർ സിംഗിൾ ക്രോഷ്യയുടെ സ്പേസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഫിനിഷായി. ഇനി നെക്സ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല, അതിൻ്റെ മുകളിലോട്ട് തയ്ക്കുകയാണ്. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് തയ്ച്ചു പോവാം. അപ്പോൾ നമ്മൾ ഹെഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിലെത്തി. ഇനി ഇവിടെ ടോപ്പിൽ 4 സ്റ്റിച്ചസ് ഉണ്ട്. ആ 4 സ്റ്റിച്ചസിൽ സ്ലിപ്പ് സ്റ്റിച്ച് 1, നെക്സ്റ്റ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച് 2, തേർഡ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച് 3 ആൻഡ് ഇൻ ടു ദ ഫോർത്ത് വൺ സ്ലിപ്പ് സ്റ്റിച്ച് 4. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെയും വരെ റിമൈനിങ് സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഈ ഒരു റൗണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇവിടെ വരെ ചെയ്തെടുക്കാം സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ സെക്കൻഡ് റൗണ്ടിൽ എൻഡിലെത്തി. ഈ നെക്സ്റ്റ് റൗണ്ട് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക,
ഡിക്രീസ്. ഇവിടെ വരെ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വരെ ചെയ്തെടുത്ത് ഇതിൻ്റെ എൻഡിലെത്തി. ഇനി നെക്സ്റ്റ് റൗണ്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഒരു ഡിക്രീസ്, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വൺ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഇവിടെ വരെ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് 1 ഡിക്രീസ്. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ് അങ്ങനെ ഫുൾ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നല്ല ടൈറ്റായിട്ടിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുത്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് സിംഗിൾ ക്രോഷ്യ ടുഗദർ അങ്ങ് ചെയ്തു പോയാൽ മതി. 1 2 3 4 5 6 7 and last one 8. ഇനി തൊട്ടപ്പുറത്തൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ യാൺ ഇച്ചിരി ഒരു ലെങ്ത്തിൽ, ഇത്ര മതി, ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒരു നീഡിലെടുക്കാം. ഇതിലോട്ട് യാൺ കടത്താം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു സിക്സാഗ് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഹോള് കംപ്ലീറ്റ്ലി ഫില്ലായിക്കോളും. അപ്പോൾ നമ്മുടെ ടോർട്ടോയ്സ് റെഡിയായി. ഇനി ഇതുമ്പോൾ 2 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം. 5 ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് യെല്ലോ കളർ യാണും വൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1. ഇതിൻ്റെ ഉള്ളിലോട്ട് 12 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 2 3 4 5 6 7 8 9 10 11 and 12. ക്ലോസ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1 സ്പേസിൽ നമ്മുടെ യാൺ കട്ട് ചെയ്യാം. ജസ്റ്റ് ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് കളർ യാൺ എടുക്കാം. ചെയിൻ 1 ഫസ്റ്റ് ഈ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെ കേട്ടോ 1 സിംഗിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യ.
ഇതെല്ലാം നമ്മൾ ഈ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ 1 ട്രിപ്പിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ 1 സിംഗിൾ ക്രോഷ്യ, 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ and 1 triple crochet. Next one is 1 triple crochet, 1 double crochet, 1 half double crochet and 1 single crochet. ഈ ഒരു പാറ്റേണിൽ ബാക്കി സ്റ്റിച്ചസും ചെയ്തെടുക്കുക. ടോട്ടൽ 6 പെറ്റൽസ് ഉണ്ടാവും ഇതുപോലെ. ഞാനിപ്പോൾ ഇത് 6 പെറ്റൽസ് ഫുൾ ചെയ്തെടുത്തു. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്താണ് ഈ ഒരു പെറ്റൽ ഫിനിഷ് ആയത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഈ ഒരു സെയിം പാറ്റേണിൽ 4 മോർ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. ടോട്ടൽ 5 ഫ്ലവേഴ്സ്. ഞാനിപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത് ഫിനിഷായ ഒരു ടർട്ടിലാട്ടോ ഇത് ജസ്റ്റ് ഗമ്മ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ 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 അങ്ങനെ ടോട്ടൽ 5 ഫ്ലവേഴ്സ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.